കുറച്ച് കറണ്ട് അഫയേഴ്സ് പഠിച്ചാലോ? 2024 പ്രധാന കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡുകൾ നോക്കാം. മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഫെമിനിച്ചി ഫാത്തിമ, ഇതിൻ്റെ ഡയറക്ടർ ഫാസിൽ മുഹമ്മദ്. മികച്ച സംവിധായികയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ദു ലക്ഷ്മിയാണ്, അദ്ദേഹത്തിൻ്റെ ഫിലിം അപ്പുറം. മികച്ച നടനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ടൊവിനോ തോമസിനെയാണ്, അദ്ദേഹത്തിൻ്റെ ARM, അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നീ സിനിമകളിലെ മികച്ച പ്രകടനത്തിനാണ് ഇദ്ദേഹത്തിന് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. മികച്ച നടിമാർ 2 പേരാണ്, നസ്രിയ നസീമും റിമ കല്ലിങ്കിലും. ഏപ്രിൽ 14 അംബേദ്കർ ദിനമായി ആചരിച്ച അമേരിക്കൻ നഗരം ഏതാണ്? അത് ന്യൂയോർക്കാണ്. അംബേദ്കറുടെ 134ാം ജന്മദിനമായിരുന്നു ഈ 2025 ഏപ്രിൽ 14. അടുത്ത ചോദ്യം, IPLൽ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടുന്ന പ്രായം കൂടിയ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? അത് MS ധോണിയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ഏപ്രിലിൽ അന്തരിച്ച പ്രമുഖ ഭൗതിക ശാസ്ത്രജ്ഞനും സെൻറ്റർ ഫോർ ഫിലോസഫി ആൻഡ് ഫൗണ്ടേഷൻ ഓഫ് സയൻസിൻ്റെ സ്ഥാപകനുമായ വ്യക്തി ആരാണ്? ഉത്തരം രഞ്ജിത്ത് നായരാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നമുക്കൊന്ന് റിവൈസ് ചെയ്താലോ? ഏപ്രിൽ 14 അംബേദ്കർ ദിനമായി ആചരിച്ച അമേരിക്കൻ നഗരം, അത് ന്യൂയോർക്കാണ്. 2025 അംബേദ്കറുടെ എത്രാമത്തെ ജന്മദിനമാണ് ആചരിച്ചത് എന്നുകൂടി ഓർത്തു വെച്ചോളൂ. 2025 ഏപ്രിലിൽ അന്തരിച്ച പ്രമുഖ ഭൗതിക ശാസ്ത്രജ്ഞനും സെൻറ്റർ ഫോർ ഫിലോസഫി ആൻഡ് ഫൗണ്ടേഷൻ ഓഫ് സയൻസിൻ്റെ സ്ഥാപകനുമായ വ്യക്തി ആരാണ്? കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഉത്തരം, IPLൽ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടുന്ന പ്രായം കൂടിയ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? MS ധോണി. ഈ വർഷത്തെ ഫിലിം ക്രിട്ടിക്സ് അവാർഡുകൾ: മികച്ച ചിത്രം ഫെമിനിച്ചി ഫാത്തിമ, മികച്ച സംവിധായിക ഇന്ദു ലക്ഷ്മി. ഏത് ഫിലിമിനാണ് ഇന്ദുലക്ഷ്മിക്ക് മികച്ച സംവിധായിക എന്ന അവാർഡ് ലഭിച്ചത് എന്നുകൂടി ഓർത്തു വെക്കണം. മികച്ച നടൻ ടൊവിനോ തോമസ്, മികച്ച നടി റിമ കല്ലിങ്ങൽ ആൻഡ് നസ്രിയ. റിവൈസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇതിലൊരു ഉത്തരമെങ്കിലും റീക്യാപ്പ് ചെയ്യാൻ പറ്റിയെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക്